അതിലേക്ക് വരാനുള്ള ഒരു ചവിട്ടുപിടി കൂടിയാണിത്. അല്ല, ഹിന്ദു വിരുദ്ധരല്ല എന്ന് കാണിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രധാനമാണല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ അയോധ്യയിലേക്ക് പോകണോ വേണ്ടയോ എന്ന് മുകളിൽ നിന്ന് AICCയിൽ നിന്നൊരു തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ മിക്ക നേതാക്കളും ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ അവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ന് പോയ വിക്രമാദിത്യ സിംഗിനെ പോലെയുള്ള മന്ത്രിമാർ അവരും അതേ നിലപാട് തന്നെയാണ് എടുത്തിരുന്നത്. ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാട് വന്നു, അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഭംഗിയായിട്ട് നടന്നു, ഇനി 2024 ഒരു രാമതരംഗം ആഞ്ഞടിക്കുമോ എന്നുള്ളതാണ്. മഞ്ജുഷെ, വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസുകാരിൽ 99.9% ഹൈന്ദവ വിശ്വാസികളും അവരൊക്കെ ഹൈന്ദവ ക്ഷേത്രത്തിൽ പോകുന്നതും ഹൈന്ദവ ആചാരങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളുമാണ്. ആ കാര്യത്തിൽ എന്താണ് തർക്കമിരിക്കുന്നത്? അവിടുത്തെ 99.9% കോൺഗ്രസ് നേതാക്കന്മാരും ആ കാര്യത്തിലൊന്നും തർക്കമില്ല. അവരൊക്കെ അമ്പലത്തിൽ പോകുന്നവരാണ്, ആ മതപരമായ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഉള്ളതാണ്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ നേരിട്ട് വരാം. ഈ രാമതരംഗം ഇനി വടക്കേ ഇന്ത്യയിൽ ആഞ്ഞടിക്കുമോ എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യം. അടിക്കില്ല എന്ന് ഞാൻ സ്ഥിതി വിവര കണക്കുകളോട് പറയുകയാണ്. ഒന്ന്, നമുക്ക് ഉത്തർപ്രദേശിൽ തന്നെ തുടങ്ങാം. ഉത്തർപ്രദേശിൽ 80 പാർലമെന്റ് സീറ്റുകളാണ്. നമ്മളിപ്പോ ഇനി തെരഞ്ഞെടുപ്പിന്റെ ആ പ്രചരണ രംഗം അല്ലെങ്കിൽ അതിന്റെ ഒരു എണ്ണത്തിലേക്കാണല്ലോ പോകുന്നത്. ആ സീറ്റുകളിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കാവുന്ന പരമാവധി സീറ്റുകളും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്റെ സ്നേഹിതർ TG മോഹൻദാസും ശ്രീ ഷാബു പ്രസാദും എത്ര വിയോജിച്ചാലും ഞാൻ അവരോട് പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച അത്രയും പാർലമെന്റ് സീറ്റുകൾ നിങ്ങൾക്ക് ഉത്തർപ്രദേശിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏത് രാമജന്മ ക്ഷേത്രത്തെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാലും ലഭിക്കില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. ഞാനത് ഓർമ്മപ്പെടുത്താനായിട്ട് ഒറ്റ കാരണമെന്ന് ചോദിച്ചാൽ, ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു 30 ദിവസം മുമ്പ് ഉത്തർപ്രദേശിലെ ക്വാസി എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. എങ്ങനെയാ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് ചോദിച്ചാൽ, അവിടുത്തെ സമാജ്വാദി പാർട്ടിയുടെ ഒരു സിറ്റിംഗ് MLA രാജിവെച്ച് BJPയിൽ ചേർന്നു. രാജിവെച്ചു, അദ്ദേഹം MLA പദം രാജിവെച്ചു. അദ്ദേഹത്തെ തന്നെ BJP അവിടെ സ്ഥാനാർത്ഥിയാക്കി. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇപ്പുറത്തൊരു സ്ഥാനാർത്ഥി മത്സരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആള് അത് BJP മുന്നണിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ 36,000 വോട്ടിന് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോക്കുകയാണ് ചെയ്തത്. യോഗി, അതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തു തരാം. കാരണം വെച്ച് കഴിഞ്ഞാല് അദ്ദേഹമാണ് ഏത് പാർട്ടിയിൽ മത്സരിച്ചാലും സ്ഥിരമായി അവിടെ ജയിച്ചുകൊണ്ടിരുന്ന ഒരാൾ. അദ്ദേഹത്തെ പോലും അട്ടിമറിക്കാൻ ആ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളത് BJP നേതൃത്വം വളരെ ഗൗരവമായി എടുത്തു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. റെജി, ഞാൻ പറഞ്ഞത് 36,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഒരു അസംബ്ലി നിയോജകമണ്ഡലത്തിൽ. അതായത് യോഗി ആദിത്യനാഥ് നേരിട്ട് വന്ന തെരഞ്ഞെടുപ്പ് 2 ആഴ്ച പ്രചരണം നടത്തി. കാരണം അവരൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ പോലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഞങ്ങൾ കണക്ക് കൂട്ടുന്നു, ഉത്തർപ്രദേശിൽ നിലവിലുള്ള BJPയുടെ സീറ്റിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 25 സീറ്റുകളുടെയെങ്കിലും കുറവ് വരും. അത് രാഷ്ട്രീയ കാരണമാണ്. അതിന് നിങ്ങൾ രാമനെ പിടിച്ചാലും കൃഷ്ണനെ പിടിച്ചാലും ഇനിയിപ്പോ നിങ്ങൾ ഗ്യാൻവാപ്പി മസ്ജിദ് കുഴിച്ചാലും ഏത് കുഴിക്കൽ നടത്തി കഴിഞ്ഞാലും രാഷ്ട്രീയമായിട്ട് ഞാൻ പറയുന്നു, 25 സീറ്റ് നിലവിൽ ഉത്തർപ്രദേശിൽ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. 1. 2, മധ്യപ്രദേശിലേക്ക് രാഹുൽ ഗാന്ധി അമേത്തിയിൽ ജയിക്കുമോ? രാഹുൽ ഗാന്ധി അമേത്തിയിൽ ജയിക്കുമോ? അതൊക്കെ കാണാവുന്നേ. രാഷ്ട്രീയത്തില് വാജ്പേയി തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ലേ? അദ്വാനി തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ലേ? മുരളി മനോഹർ ജോഷി തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ലേ? ഇനിയിപ്പോ കേരളത്തിൽ എത്രയോ നിങ്ങളുടെ നേതാക്കന്മാർ തോറ്റുകൊണ്ടിരിക്കുന്നു. അതൊക്കെ രാഷ്ട്രീയമല്ലേ? രാഷ്ട്രീയത്തിൽ ഇതൊക്കെ നമ്മൾ കാണേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഉത്തർപ്രദേശിലെ 80 പാർലമെന്റ് മണ്ഡലങ്ങളിൽ. ഞാൻ ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിലേക്ക് വരികയാണ്. മധ്യപ്രദേശിലെ 28-ൽ 26-ഉം ഇപ്പോൾ 27-ഉം നിങ്ങളുടെ കയ്യിലുള്ളതാണ്. ഞങ്ങൾ പറയുന്നു, ആ മധ്യപ്രദേശിൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 12 സീറ്റുകളെങ്കിലും ഇങ്ങനെ ഓരോ സംസ്ഥാനമായിട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 303-ൽ നിന്ന് നിങ്ങൾ താഴേക്ക് പോരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2024-ൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഇനി രാമജന്മഭൂമിയുടെ പേരിൽ എന്ത് കാഹളം ഈ നാട്ടിൽ ഊതി കഴിഞ്ഞാൽ കോൺഗ്രസ് രാജീവ് ഗാന്ധിയുടെ റെക്കോർഡിനെ മറികടക്കുമെന്നാണല്ലോ ഇപ്പൊ സേനാപതി പറഞ്ഞു വരുന്നതെന്ന് തോന്നുന്നത്. എങ്ങനെ അല്ല, ഇപ്പോൾ ഇന്ത്യ സഖ്യമാണല്ലോ. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് സാധ്യതയില്ലല്ലോ. കോൺഗ്രസ് 1984 ആ റെക്കോർഡിനെ മറികടക്കും എന്നാണെന്ന് തോന്നുന്നു താങ്കൾ പറഞ്ഞു വരുന്നത്. അല്ലല്ലോ, ഞാൻ 2009-ൽ ഞങ്ങൾ 22 സീറ്റ് ജയിച്ചതാണ് മഞ്ജുഷേ.
2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 22 സീറ്റുകൾ ജയിച്ചിട്ടുള്ളതാണ്. ഉത്തർപ്രദേശിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന്. ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് 8 മുതൽ 12% വോട്ടുകൾ ഉത്തർപ്രദേശിലുണ്ട്. അപ്പൊ ഞങ്ങളൊരു മുന്നണി സഖ്യത്തിൽ വന്നാൽ ഞങ്ങളുടെ ശക്തിക്ക് അനുസരിച്ചുള്ള സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതല്ലേ ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്.